ഹലോ എവരിവൺ. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് +1 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രഷർ, ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ തന്നെ പ്രഷറിൻ്റെ വേരിയേഷൻ, പാസ്കൽസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് പാർട്ട് 1 റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഡിസ്കഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പാർട്ട് 1 എന്തായിരുന്നു ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് നമ്മൾ പഠിച്ചു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാണ് കണക്കാക്കുക? എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഈ വാല്യൂ നമുക്കറിയാം. 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1000 kg/m³ ആണ്. ഈ ഒരു കേസ് അറിയാം. സോ റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പ്രഷർ എന്ന് പറഞ്ഞ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡെൻസിറ്റിയും ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേരിയേഷൻ വിത്ത് ഡെപ്ത്, പ്രഷറിൻ്റെ വേരിയേഷൻ വിത്ത് ഡെപ്ത് നമ്മൾ പഠിച്ചു. P2 - P1 = ρgh എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഗേജ് പ്രഷറിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. എങ്ങനെയാണ്? അതായത് ആ പ്രഷർ, ഒരു ഭാഗത്തുള്ള പ്രഷർ സർഫസുമായിട്ട് കോണ്ടാക്റ്റഡ് ആണെങ്കിൽ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? P - PA = ρgh എന്ന് പറയുന്ന ഇക്വേഷനായി മാറി. അതുപോലെ ആബ്സല്യൂട്ട് പ്രഷറിന് P = PA + ρgh എന്നിങ്ങനെ ഒരു ഇക്വേഷനും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് പാസ്കൽസ് ലോയുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പാസ്കൽസ് ലോയുടെ പ്രകാരം ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു F2 കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? F1 × A2 / A1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. അതായത് നമ്മൾ ഈ ഫ്ലൂയിഡ്സ് മോഷനിലേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്ര നേരം നമ്മൾ ഒരു എന്താ പറയുക, ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സസും അതുപോലെ തന്നെ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി ഫ്ലൂയിഡ് തന്നെ ഒരു മോഷനിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഫ്ലൂയിഡിൻ്റെ മോഷനെ പഠിക്കുന്ന ഒരു സ്റ്റഡിയുടെ ശാഖയുടെ പേരാണ് എന്ത്? ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സിലെ ഒരു വലിയ ശാഖ തന്നെയാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗിൽ ഒരു വലിയ ശാഖയാണ്. അതായത് നമ്മുടെ നിത്യേന വേണ്ട ഒരു പ്ലംബിങ്ങിൽ പോലും നമ്മൾ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ ആവശ്യകതയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെറിയ കാര്യമല്ല. പ്ലംബിങ്ങിൽ മാത്രമല്ല, വലിയ വലിയ എന്താണ് നഗരങ്ങളിലേക്കുള്ള വെള്ളങ്ങൾ എത്തിക്കുന്നത്, ഇതൊക്കെ എന്താണ്? ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കേസാണ് സ്ട്രീം ലൈഫ് ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഫ്ലൂയിഡിൻ്റെ. അപ്പോൾ ഒരു ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോയിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോയിലാണെന്ന് പറയണമെങ്കിൽ അതിനർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏത് പോയിന്റ് എടുത്താലും, സോ ഇപ്പോൾ ഇതാണ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണ്, മേ ബി ലിക്വിഡ് ഓർ ഗ്യാസ്, എനിത്തിങ്, ഇത് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെക്കാം. ഓക്കെ, അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ഇതിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എന്തായിരിക്കും? അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടാൻജന്റ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ എവിടെ എടുത്താലും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഈ ഒരു ടാൻജന്റ് ആയിരിക്കും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു കേസിനെയാണ്. അതായത് നമ്മൾ എവിടെ വേണമെങ്കിലും അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ എന്താണ്? വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഏത് കർവിൽ നമ്മൾ എടുത്താലും അതിൻ്റെ ടാൻജന്റ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്കായിരിക്കും അത് പോയിന്റ് ചെയ്യുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കേസിലേക്ക് പോകാം. ഇത് ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞത്. കാരണം ഇനി ബാക്കി നമ്മൾ പറയാൻ പോകുന്നതൊക്കെ ഈ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി.
ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയാൻ ഞാൻ ആദ്യം 3 പ്ലെയിനുകൾ കൺസിഡർ ചെയ്യാണ്. അതിനെ ഞാനിങ്ങനെ PQR എന്ന് കൺസിഡർ ചെയ്തു. ഇത് 2 പ്ലെയിൻ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഡിഫറൻസ് ആണ്. സോ ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലൂയിഡ് മോഷൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ 3 എണ്ണത്തിൻ്റെയും ഡിഫറെൻ്റ് ആണ്. 3 PQ പിയുടെ പ്ലെയിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ അല്ല ക്യൂവിൻ്റെ എന്ന് പറയുന്നത്. ആറിൻ്റെയും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ക്രോസ് സെക്ഷനുകളാണ്. സോ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസ്പെക്റ്റീവ് ഏരിയ ക്രോസ് സെക്ഷൻ എനിക്ക് വേണമെങ്കിൽ AP, AQ അതുപോലെ തന്നെ AR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, AR EQ ക്യാപിറ്റൽ ക്യൂ ആക്കാം. ഓക്കെ, AQ AR എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെലോസിറ്റീനെയും വേണമെങ്കിൽ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ? വെലോസിറ്റീനെ VPVQVR എന്നിങ്ങനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സർഫസിലൂടെയും അല്ലെങ്കിൽ ഓരോ പാർട്ടിലൂടെയും പിയിലൂടെയും ക്യൂയിലൂടെയും ആറിലൂടെയും പോകുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് സർഫസ് P വിത്ത് ഡെൽറ്റ ടൈം T. ഓക്കെ, ഒരു ടൈം ഇൻ്റർവെൽ ടൈം ചേഞ്ചിൽ ഒരു ടൈം ഇൻ്റർവെല്ലിൽ അപ്പോൾ ഒരു സർഫസിലൂടെ ഈ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ വേണ്ട ഒരു ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈം ഇൻ്റർവെല്ലിൽ ഡെൽറ്റ T ആക്കി എടുക്കുകയാണെങ്കിൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് പിയിൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, റോ P അതേപോലെ തന്നെ APVP ഡെൽറ്റ T. ഇതാണ് എന്ത്? മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സർഫസിലൂടെ പറന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. സിമിലർലി എനിക്ക് എന്ത് ചെയ്യാം? ക്യൂവിൻ്റെ എഴുതാം ഇതുപോലെ അല്ലേ? റോ Q AQVQ ഡെൽറ്റ T. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെല്ല്. സിമിലർലി ആറിൻ്റെ ഞാൻ എഴുതാണെങ്കിൽ റോ R ARVR ഡെൽറ്റ T. ഇങ്ങനെ എനിക്ക് 3 എണ്ണമായിട്ട് എഴുതാം. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ മാസ് ഓഫ് ദ ലിക്വിഡ്. എന്തായാലും ലിക്വിഡിന്റെ മാസ് ഒരിക്കലും എന്താവില്ല, ചേഞ്ച് വരില്ല. നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് ഒരു പൈപ്പിലൂടെ കടത്തി വിടാണ്. എത്രയോ മാസമുള്ള ലിക്വിഡ് ആണോ ഉള്ളിൽ പോയത് അത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്ഫ്ലോ ചെയ്ത് പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ്റർ ചെയ്യുന്നത് ഇതിനെല്ലാം എന്ത് ചെയ്യാം? എനിക്ക് ഈക്വൽ ടു ഇട്ട് എഴുതാം അല്ലേ? സെയിം ആയിരിക്കും എന്ന് എനിക്ക് പറഞ്ഞു എഴുതാം. അതിനർത്ഥം എന്താണ്? AV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, AV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതായത് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ആക്ച്വലി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രീം ലൈൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ മാസ് കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പറയുന്നതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്നുള്ള കേസാണ് പറയുന്നത്. ഓക്കെ, അതായത് AV എന്ന് പറയുന്നത് ഇവിടെ AV എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇത് ഈക്വൽ ആയിട്ട് ഇടുന്ന സമയത്ത് ഇവിടെ റോയും ഇതൊക്കെ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഡെൽറ്റ T സിമിലർ ആയിരിക്കും. അപ്പോൾ ആ കൂടെ ഇവിടെ വരുന്നത് ഏരിയയും സ്പീഡും മാത്രമാണ്. അതായത് ഏരിയയും വിയും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. കാരണം എല്ലാം ഈക്വൽ ആവണമെങ്കിൽ എന്താണ്? ഇതെല്ലാം കോൺസ്റ്റന്റ് ആയാൽ മാത്രമാണ് എന്താവുള്ളൂ, എല്ലാം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? ഏരിയയും വെലോസിറ്റിയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സ്പീഡും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ AV ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫ്ലൂയിഡിന്റെ കേസിൽ, ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ഇത് വെച്ചിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇനി ബെർണോളിസ് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് അതൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഒരു കേസ് കൂടി പറയുന്നത് ടർബുലന്റ് ഫ്ലോ ആണ്. ഈ ടർബുലന്റ് എന്നുള്ള വേർഡ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിന്റെ ഒരു സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സള്ളി ഒക്കെ പോലത്തുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ടർബുലന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കാറ്റുകളൊക്കെ വരുമ്പോഴാണ് ടർബുലൻസ് ഫീൽ ചെയ്യാന്ന് പറയാ അല്ലെ? പ്ലെയിൻ്റെ ഉള്ളിൽ ഭയങ്കര കുലുക്കൊക്കെ ഫീൽ ചെയ്യും. സോ ഈ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഈ സ്ട്രീം ലൈൻ ഫ്ലോയ്ക്ക് ഒരു സ്പീഡ് ഉണ്ട്, ഒരു ലിമിറ്റിംഗ് സ്പീഡ് ഉണ്ട്. ആ ലിമിറ്റിംഗ് സ്പീഡ് ക്രോസ് ചെയ്തതിനു ശേഷം
ഉണ്ടാവുന്ന ഒരു ഫ്ലോയിനെയാണ് നമ്മൾ പറയുന്നത് ടർബുലന്റ് ഫ്ലോ. അതായത് അതിനൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഒന്നല്ല, അതിൽ ആകെ കാര്യങ്ങളും എന്താ പറയുക എല്ലാം ഒരു കോംപ്ലക്സിറ്റിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഫ്ലോയും ഒന്നും ടാൻജന്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ബേസിക്കലി നിങ്ങളൊരു എയർപ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ടർബുലൻസ് വരാന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു കുലുക്കൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമകളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ മിക്ക സിനിമകളിൽ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു ടർബുലൻസ് കാണിക്കാൻ വേണ്ടി ഒരു സീൻ ഉണ്ടാവും, ഇങ്ങനെ കുലുങ്ങുന്നൊക്കെ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയിൻ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എയർ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രീം ലൈൻ ഫ്ലോയിൽ നിന്ന് മാറി അതിൻ്റെ സ്പീഡ് വല്ലാതെ വർദ്ധിച്ച് അത് ഈ പ്ലെയിനിലേക്ക് എത്തുമ്പോൾ പ്ലെയിനിൽ ഓൾറെഡി എന്താ നടക്കുന്നത്, ഒരു എന്താ പറയുക അതിൻ്റെ എൻജിൻസൊക്കെ തന്നെ ഈ എയറിൻ്റെ ഇതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡൈനാമിക്സ് മൊത്തം തെറ്റുകയും പ്ലെയിൻ ഷേക്ക് ചെയ്യാൻ തുടങ്ങുകയും. ഇതാണ് ബേസിക്കലി ടർബുലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ. സോ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് സ്പീഡ്, സ്ട്രീം ലൈൻ ഫ്ലോയുടെ ആ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൽ ടർബുലന്റ് ഫ്ലോയുടെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ബെർണോളി പ്രിൻസിപ്പിൾ നിങ്ങൾ ഭാവിയിൽ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. ഓക്കെ, സോ എന്താണെന്ന് നോക്കാം. ഒരു സ്ട്രീം ലൈൻ ഫ്ലോ പോവുകയാണെങ്കിൽ, ഒരു സ്ട്രീം ലൈനിൽ ഒരു ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാം എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, അതെല്ലാം റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താ പറയുന്നത്, സിമ്പിളി എന്താണ്, അതിൻ്റെ പ്രഷർ പ്ലസ് അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് അല്ലേ, റോ ജി എച്ച് വിൽ ബി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ പ്രഷർ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇവരുടെ സം എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുക. ഇതാണ് എന്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ സിംപ്ലി സ്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളോട് പറയും സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് പഠിക്കാൻ. ഫിസിക്സ് എപ്പോഴും പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അടിപൊളി, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഇക്വേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇക്വേഷനിൽ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പി എന്ന് പറയുന്നത് എന്താണ്, പ്രഷറാണ്. ഓക്കെ, പി എന്ന് പറയുന്നത് പ്രഷറാണ്. ഈ ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി KE, റോ ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഇതിൻ്റെ എല്ലാം സം എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, മുഴുവൻ മാർക്ക് തരില്ല. ഓക്കെ, കാരണം എന്താ, ഇക്വേഷൻ മാത്രം എഴുതിയോണ്ട് മാത്രം നമുക്ക് മുഴുവൻ മാർക്ക് തരില്ല. എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാനും കൂടിയും പറയും. അപ്പൊ നിങ്ങൾ എന്താ സ്റ്റേറ്റ്മെന്റ് പഠിച്ചില്ല എന്ന് വിചാരിക്കുക, ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക ഇതിന്റെ ഒക്കെ സമ്മാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരെ എന്ത് ചെയ്യുക, ഇക്വേഷൻ മാത്രം അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വേർഡ്സിലാക്കി എഴുതാൻ പറ്റും. എങ്ങനെ, ജസ്റ്റ് എഴുതാ എന്താണ് അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ. എപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറയുമ്പോൾ ആ പ്രിൻസിപ്പിളിനെ അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ്, ഇന്ന ഫ്ലൂയിഡ് മോഷൻ ദ പ്രഷർ ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി സം വിൽ ബി ഈക്വൽ ടു എന്താണ് കോൺസ്റ്റന്റ്. അങ്ങനെ വേർഡ്സിൽ അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ എന്താ, ഓൾറെഡി സ്റ്റേറ്റ്മെന്റുമായി നിങ്ങൾ ഇക്വേഷൻ എഴുതി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിലെ ഇക്വേഷൻസ് അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷന്റെ മീനിങ് അറിയാവുന്നത്, വെറുതെ ഇക്വേഷൻ എഴുതി വെച്ചാൽ മാത്രം പോരോട്ടോ. ഈ പി എന്ന് പറയുന്ന പ്രഷർ ആണെന്നും ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആണെന്നും അതേപോലെ തന്നെ റോ ജി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് വൈസിൽ എഴുതാൻ വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഇക്വേഷൻ തന്നെ മനസ്സിലാക്കിയാൽ മതി. ആ ഇക്വേഷൻ എഴുതിയിട്ട് അതെന്താണെന്ന് ഡീറ്റെയിൽ ചെയ്താലും എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ പിന്നെയും എന്താണ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് തിയറി മറ്റേ സ്റ്റേറ്റ്മെന്റ് ആദ്യം മുഴുവൻ പഠിച്ച് പിന്നെ ഇക്വേഷൻ പഠിച്ച് അങ്ങനെ ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത്. എന്താണ് ഇക്വേഷൻ എഴുതുക, ഇക്വേഷൻ മനസ്സിലാക്കുക, അതിന്റെ മീനിങ് എന്താണ്,
ഈ 3 ക്വാണ്ടിറ്റിയും ആഡ് ചെയ്യുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. സോ എന്താണ് അതിന്റെ മീനിങ് എന്താ? ഈ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എനർജിയുടെ കേസാണ് ഇവിടെ പറയുന്നത് അല്ലേ. സോ അതിനർത്ഥം എന്താ? ഇത് ഒരു നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മോഷന്റെ എന്താണ് എനർജി കൺസർവേഷൻ ആണ് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കാം, ഇവിടെ ഈ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? എനർജി കൺസേർവ്ഡ് ആവാന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പോൾ എനർജി കൺസർവേഷൻ എന്തില്? ഒരു നോൺ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്. ഈ നോൺ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വിസ്കോസിറ്റി നമ്മൾ അടുത്ത ഇതിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിലവിൽ നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ എന്താണ് ഫ്ലൂയിഡ് മോഷൻ ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ്. ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഒരു നോൺ വിസ്കസ് ഫ്ലൂയിഡിന്റെ എനർജി കൺസർവേഷൻ പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ത്? ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഒന്നുകൂടി പറഞ്ഞു വരാം. ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള നോൺ വിസ്കസ് ഫ്ലൂയിഡിന്റെ എനർജി കൺസർവേഷൻ പറയുന്നതാണ് എന്ത്? ആക്ച്വലി ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നോൺ വിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് മോഷനിൽ ഇപ്പോൾ സോളിഡ്സിന്റെ ഒക്കെ വരുന്നതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ്സിന്റെ കേസിൽ അത് വിസ്കോസിറ്റി ആണ്. അപ്പോൾ നോൺ വിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻലെസ് എന്നുള്ള കേസിലാണ് പറയുന്നത്. നോൺ വിസ്കസ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല, ആ സർഫസും ഫ്ലൂയിഡുമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ കുറവ്, ഫ്രിക്ഷന്റെ ഒരു ഫ്ലൂയിഡിറ്റിയിൽ വരുന്ന കേസാണ് വിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതായത് സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വിസ്കസ് ആയിട്ടുള്ള ഇപ്പോൾ തേനൊക്കെ നിങ്ങളൊരു ഗ്ലാസ്സിലൂടെ ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ലൈഡിലൂടെ ഒഴിക്കുന്ന സമയത്ത് ആ തേൻ ഒഴുകി പോകുന്ന വഴിയിലൊക്കെ തേൻ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഓക്കെ, അപ്പോൾ അതാണ് വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ. ഈ നോൺ വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ, ഇപ്പോൾ മെർക്കുറി ഒക്കെ ആണെങ്കിൽ, മെർക്കുറി നിങ്ങൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിലൂടെ ഒഴിക്കുകയാണെങ്കിൽ എന്താണ്, അത് പോയ വഴി പോലും നമുക്ക് മനസ്സിലാവില്ല. ഫുള്ള് ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, അത് ഒഴുകിപ്പോകും. അതൊക്കെയാണ് ഒരു നോൺ വിസ്കസ് സൊല്യൂഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് അവിടെ പറയുന്നത് എനർജി കൺസർവേഷൻ ആണ് നോൺ വിസ്കസ് ഫ്ലൂയിഡിന്റെ സ്റ്റഡി സ്റ്റേഷനിലുള്ള. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് ആണ് നോക്കേണ്ടത്. ഓക്കെ, പ്രൂഫ് പഠിക്കാനുണ്ട്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങളോട് പ്രൂഫ് എഴുതാൻ. സോ പ്രൂഫ് ആണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇതിനാണ് നമ്മൾ പ്രൂഫ് കണ്ടെത്താന്ന് പറയുന്നത്. സോ അതിനൊരു പിക്ചറൊക്കെ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. എൻ്റെ പിക്ചർ വരെ അത്ര നല്ല വരെയല്ല, എന്നാലും നോക്കാം. ഇങ്ങനെ ഒരു മിനിറ്റ്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർഫസ് വലുതും ഒരു സർഫസ് ചെറുതും ആവണം. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ, ഇത് വലുതായല്ലോ. ഓക്കെ, ഇത് ചെറുത്, ഇത് വലുത്. ഓക്കെ, ഭാഗ്യം, ഒരു വലുത് കിട്ടി. സോ ഓക്കെ, ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കുക, 2 ഏരിയ ക്രോസ് സെക്ഷനുള്ള. സോ ഇവിടെ ഇതൊരു 1, ഒരു എൻഡ്, ഇതൊരു 2, ഈ 2 എൻഡ് കിട്ടി. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ ഏരിയ A1, ഇവിടെ വരുന്ന പ്രഷർ P1 ആക്കി എടുത്തു. അതേപോലെ ഇത് സർഫസിൽ നിന്നുള്ള ഹൈറ്റ് കേട്ടോ, ഇത് ഞാൻ H1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് H2, ഇവിടെയും വരെ H2. സിമിലർലി ഇവിടെ P2, A2 ഏരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു. പിന്നെ അതുപോലെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, ഇതല്ലേ ഫ്ലൂയിഡ് ഇങ്ങോട്ട് മോഷൻ ചെയ്യുക V1, ആൻഡ് ഇവിടെ ഇങ്ങോട്ടാണ് V2. ഓക്കെ, V2 ഫ്ലൂയിഡിന്റെ മോഷൻ V2 ആക്കി എടുത്തു. ഇനി ഇത്രയും ഒരു ചെറിയ ഭാഗത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയാണ് മോഷൻ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ഡെൽറ്റ V1 ഇൻറ്റു ഡെൽറ്റ T. സിമിലർലി ഇവിടെ ഇത്രയും വരുന്ന ഒരു ഏരിയ മോഷനെ നമുക്ക് ഡെൽറ്റ V2 ഇൻറ്റു ഡെൽറ്റ T എന്ന് എടുത്തു. ഓക്കെ, V2 ഡെൽറ്റ V1 വേണ്ട, ചേഞ്ചിങ് ആവശ്യമില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്ത് വെച്ചാണ് അവിടെ. ഓക്കെ, ജസ്റ്റ് V1 ഡെൽറ്റ VT, ടൈം ഇൻ്റർവെൽ മാത്രം നമുക്ക് ചേഞ്ച് എടുത്താൽ പോരെ. ഇവിടെ ഡെൽറ്റ T. ഓക്കെ, ഇവിടെ V2 ഡെൽറ്റ T, ഈ ഒരു ഏരിയ കേട്ടോ. ഈ പറയുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ഉണ്ട്, അതാണ് V1 ഡെൽറ്റ ടിയും ഇപ്പുറത്ത് V2 ഡെൽറ്റ ടിയും വരുന്നത്. ഓക്കെ, നമ്മളൊരു ഐഡിയൽ ഫ്ലോ ആണ് പൈപ്പിലൂടെ പറയുന്നത്. 2 ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ ഉള്ള 2 അറ്റത്താണ് കേസ് പറയുന്നത്. റീജിയൻ 1ഉം റീജിയൻ 2ലും 2 ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്ഡ് ലെങ്ത്, ഇത് ഈ V1 ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് ലെങ്ത് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്ഡ് ലെങ്ത്. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് ലെങ്ത് ആണ്. ഞാൻ ചെറുതായി എഴുതുന്നതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഡിസ്പ്ലേസ്ഡ് ലെങ്ത് ആണ്. ഓക്കെ, നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന വർക്ക് ഡൺ. ഓക്കെ, ഫസ്റ്റ് കേസ് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ താഴെ എഴുതാൻ കാണോ? ഓക്കെ, W1
എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഇൻ എ ഫസ്റ്റ് ഈ ഒരു പാർട്ടിലെ കേസാണ് നമ്മൾ പറയുന്നത്. സോ F1 ഇൻറ്റു ഡെൽറ്റ x1. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. സോ ഓക്കെ, എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താ അറിയാം? P1A1 അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ എഴുതി കൂടെ നമുക്ക്. സോ സിമിലർലി എന്താണ്? P1A1 ഇൻറ്റു എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡെൽറ്റ x1 എന്ന് പറയുന്നത് എന്താണ്? V1 ഒരു മിനിറ്റ്, എന്താ? V1 ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇവിടെ W1 എന്ന് പറയുന്നത് എന്ത് മാത്രം വരും? P1 ഇൻറ്റു ഡെൽറ്റ വി. P1 ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, സോ സിമിലർലി ഫ്ലൂയിഡ് 2ൻ്റെ കേസിൽ, W2 കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? F2 ഡെൽറ്റ x2. സിമിലർലി P2A2 ഇൻറ്റു V2 ഡെൽറ്റ ടി. സിമിലർലി എന്ത് വരും? P2 ഡെൽറ്റ വി. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് കിട്ടും? W2 എന്ന് പറയുന്നത് എന്താ പറയുക? P2 ഡെൽറ്റ വി. ഒരു മൈനസ് സൈൻ വരും, കാരണം ഡയറക്ഷൻ വൈസ് നോക്കുന്ന സമയത്ത് എന്താണ്? മൈനസ് സൈൻ വരും. W2 എന്ന് വെച്ചാൽ മൈനസ് P2 ഡെൽറ്റ വി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്താണ്? W1 പ്ലസ് W2 ചെയ്യുകയാണ് നമുക്ക് അത് ചെയ്യേണ്ടത്. ശരി, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഓക്കെ, സോ ഇതിൽ ഡെൽറ്റ വി കോമൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വർക്ക് ഡൺ 1 പ്ലസ് വർക്ക് ഡൺ 2 ഇസ് ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1. ഒരു മിനിറ്റ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അതായത് ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? W1 പ്ലസ് W2 ഇക്വൽ ടു എന്താണ്? P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഓക്കെ, സോ നമുക്ക് P1 ഡെൽറ്റ വി കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുത്ത് എഴുതാം. ഓക്കെ, സോ ഇതാണ് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നത്. സോ ഞാൻ അവിടെ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി ഇതിൽ ഒരു പാർട്ട്, ഈ വർക്ക് ഡണിൽ ഒരു പാർട്ട് എന്താണ്? കൈനറ്റിക് എനർജി ആയിട്ടും പോകുന്നുണ്ട്, മറ്റൊരു പാർട്ട് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും പോകുന്നുണ്ട്. സോ ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി KE എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ K ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്തായിരിക്കും? M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നിടാണ്. സിമിലർലി ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഞാൻ PE എന്നിടാണ്. അതാണ് കുറച്ചും കൂടി എളുപ്പം, ഫുൾ എഴുതുന്നതിലും ഭേദം ഇതാണ്. ഓക്കെ, സോ നമുക്ക് എന്താ PE എന്നിടാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഡെൽറ്റ U ഈസ് ഈക്വൽ ടു എന്താണ്? mg. എന്തായിരിക്കും? ഹൈറ്റ് ഡിഫറൻസ് അല്ലേ? H2 മൈനസ് H1. ഓക്കെ, H2 മൈനസ് H1 ഇതെടുത്താൽ മതി. ജസ്റ്റ് H2 മൈനസ് H1 ആ ഹൈറ്റ് ഡിഫറൻസും അതേപോലെ തന്നെ വെലോസിറ്റിയും കേസിൽ നമ്മൾ എന്ത് ചെയ്തി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ തന്നെ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അതിൽ ഒരു ഞാൻ പറഞ്ഞു, ഈ ഒരു വർക്ക് ഡണിൽ, ടോട്ടൽ വർക്ക് ഡണിൽ ഒരു പാർട്ട് എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിട്ടും അതേപോലെ തന്നെ മറ്റൊരു പാർട്ട് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ബൈ വർക്ക് എനർജി തിയറം. ഓക്കെ, വർക്ക് എനർജി തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബൈ വർക്ക് എനർജി തിയറം. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? W1 പ്ലസ് W2 വിച്ച് മീൻസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ഡെൽറ്റ K പ്ലസ് ഡെൽറ്റ U, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഈ ഒരു ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഇനി വേറെ ഒന്നും പരിപാടിയില്ല, നമ്മൾ നേരത്തെ ഇക്വേഷൻസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് 1 and 1 2 3 ഇതെല്ലാം എന്ത് ചെയ്യുക?
ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? P1 minus P2 into del V equal to half m into V2 square minus V1 square plus mg H2 minus H1. അല്ല എങ്ങനെയല്ല വരാ? H2 minus H1. ഓക്കെ, ഇങ്ങനെയാണ് വരാം അല്ല എങ്ങനെയല്ല വരാ? സോ ഇതിനെ ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇക്വേഷൻ 4 എന്ന് വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഇക്വേഷൻ 4 ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇനി നമ്മൾ സോൾവ് ചെയ്തു, ഇനി വേറെ ഇതിലേക്കൊന്നും വരുന്നില്ല. സോ ഇനി എല്ലാ ടേമിനെയും എന്ത് ചെയ്യുക? ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഓരോ ടേമിനെയും ഡെൽറ്റ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ലാസ്റ്റ് ഇവിടെ P1 മൈനസ് P2, ഈ സൈഡിൽ ഡെൽറ്റ വി വരുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പിന്നെ ഇപ്പുറത്ത് വരും ഹാഫ് എം ബൈ ഡെൽ വി എന്ന് പറയുമ്പോൾ റോ അല്ലേ, റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഈ ഡെൽ വി എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ ചേഞ്ചിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്, വെലോസിറ്റി ആണ് കൺസിഡർ തെറ്റിദ്ധരിക്കല്ലേ. പ്ലസ് ഇവിടെ എന്ത് വരും? റോ ജി H2 മൈനസ് H1. ഓക്കെ, ഇങ്ങനെ ഒരു ടേംസിലേക്ക് വരും. ഇനി ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോൾവ് ഒന്നുമില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റത്തെ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. എന്താണ്? ഇതിനപ്പുറത്തി ഇപ്പുറത്തേയും കൊണ്ടുപോവുക. സോ ലാസ്റ്റ് ഇക്വേഷൻ വിൽ ബി പി പ്ലസ് എന്താണ്? ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി നെക്സ്റ്റ് ഒന്നുമില്ല, വണ്ണ് വരുന്ന എല്ലാത്തിനും ഒരു സൈഡിലേക്ക് ആക്കുക, 2 വരുന്ന എല്ലാത്തിനും ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. സോ അതിനുശേഷം എന്താണ്? അത് ഈക്വൽ ടു അത് രണ്ട് ഈക്വൽ ആണെന്ന് അർത്ഥം. മീൻസ് പ്രഷറും കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് അല്ല എന്താണ് കോൺസ്റ്റന്റ് ആണെന്നുള്ള കേസിലാണ് വരാം. ഓക്കെ, അത് ഞാൻ പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, എളുപ്പമുള്ള കേസാണ്. ഒന്നില്ല, 1 വരുന്ന V1നെയും അതുപോലെ തന്നെ H1ന്റെ എല്ലാ ടേംസിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ P2നൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ഈക്വൽ ടു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിലേക്ക് എത്തുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്തൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ വന്നതെന്ന്. എപ്പോഴും നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്ന വെറുതെ കാണാണ്ട് എഴുതി പഠിക്കാതെ ആലോചിക്കുക. ഫസ്റ്റത്തെ പോയിന്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഓക്കെ, വർക്ക് ഡൺ രണ്ടെണ്ണത്തിൻ്റെയും ആദ്യത്തെ ഏരിയയിലെ വർക്ക് ഡണ്ണും രണ്ടാമത്തെ ഏരിയയിലെ വർക്ക് ഡണ്ണും നിങ്ങൾ അങ്ങനെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതിനുശേഷം എന്ത് എഴുതാം? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ എന്ത് എഴുതണം? ചേഞ്ചിങ് കൈനറ്റിക് എനർജിയും റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താ ചെയ്യുക? രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ കിട്ടി ഡെറിവേഷൻ്റെ, എവിടെ നിന്ന് തുടങ്ങുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ലാസ്റ്റ് എന്തിലേക്ക് എത്തുന്നു, ഫൈനൽ ആൻസർ. ആ ഒരു സ്ട്രക്ചർ ആദ്യം നിങ്ങൾ ഡെറിവേഷൻ എഴുതുന്നതിന് മുമ്പ് എഴുതി വെക്കുക. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ വേണം നിങ്ങൾക്കൊരു ഡെറിവേഷൻ പഠിക്കാൻ. അല്ലാതെ വെറുതെ നമ്മൾ ഡെറിവേഷൻ കാണാതെ പഠിച്ചിട്ട്, അപ്പോൾ എന്താ കാണാതെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് തെറ്റുന്ന സമയത്ത് നിങ്ങൾ ആകെ ടെൻഷനായി പോകും. എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എന്താ പറയുക, എവിടെയാണ് അടുത്ത ടേം വരാ, ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് ഒരുപാട് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 2 വർഷം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. എല്ലാ ഡെറിവേഷനും നമ്മുടെ മൈൻഡിൽ ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾ ഓരോ ഡെറിവേഷൻ്റെയും സ്റ്റെപ്സുകൾ എഴുതി വെക്കുക. എവിടെയൊക്കെയാണ് അതിൻ്റെ ഓരോ ടേണിങ് വരുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പഠിക്കുക കറക്റ്റായിട്ട്. പിന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൊസീജിയേഴ്സ് മാത്രം പഠിക്കുക. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അത് മാത്രം നോക്കുക. അപ്പോൾ ആ പോയിന്റ്സ് മാത്രം എഴുതി വെക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം, എന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, എന്തെങ്കിലും ആക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് വേറൊരു ടേം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടേം ആഡ് ചെയ്യുക, അത് ഓർത്ത് വെക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ ചെറിയ, നമ്മൾ ഈ ഡോട്ടഡ് കണക്ട് ചെയ്യില്ലേ പണ്ട് ചെറുപ്പത്തിലൊക്കെ, മറ്റേ കളിക്കുടുക്കലൊക്കെ ഇങ്ങനെ ഡോട്ട് കണക്ട് ചെയ്ത് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കില്ലേ. അതുപോലെ ഈ ഓരോ ഡോട്ടും ഓരോ സ്റ്റെപ്പാണെന്ന് മനസ്സിൽ വിചാരിക്കുക. അല്ലെങ്കിൽ എന്നിട്ട് ആ സ്റ്റെപ്പുകൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെറിവേഷൻസ് പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഡെറിവേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഓർഡർ കിട്ടും, എവിടെയൊക്കെയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡെറിവേഷൻ പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ കാണാതെ പഠിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എഴുതുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടും, പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം എന്ത് പറ്റും? അത് മറന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇനി പിന്നെയും നിങ്ങൾ എന്താ പറയുക, +2 കഴിഞ്ഞ ശേഷം എഞ്ചിനീയറിംഗിന് പോവുകയാണ്, അല്ലെങ്കിൽ ഫിസിക്സ് എടുത്ത് പഠിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ
ഒരു ലോഡ് കണക്കിന് ഡെറിവേഷൻസ് ആണ് വരാൻ പോകുന്നത്. അതിൽ ഫുള്ള് ഡെറിവേഷൻസ് ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കണക്കെങ്കിലും വരുന്നുണ്ടല്ലോ ഇത് ബേസ് ആയിട്ടുള്ള. അവിടെ കണക്കുകളില്ല, ഫുള്ള് ഡെറിവേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2-3 പേജിൻ്റെ ഒക്കെ ഡെറിവേഷൻസ് പഠിക്കാമെന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ എഴുതാന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ട ആ ഇക്വേഷനെ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് എഴുതി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിൽ എത്തുമ്പോൾ വലിയ മിസ്റ്റേക്സ് വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും അത് വന്ന് ചെയ്തു നോക്കാനൊക്കെ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അത് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ്റെ എന്താണ് പ്രൂഫ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. ഇതാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇനി നോക്കേണ്ടത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട് വരുന്നതാണ് ഫ്ലോ ഓഫ് ഇഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലോ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഓഫ് ഫ്ലോ, അതായത് ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ഡെപ്തിലുള്ള ഒരു നാരോ ട്യൂബിൽ നിന്നുള്ള ഫ്ലൂയിഡിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് ഈക്വൽ ആവുന്നു എന്ന് പറയുന്ന ടോസ്ലിയിലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. സോ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് ഓർ ഔട്ട്ഫ്ലോ എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ പറയാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയൊരു കണ്ടെയ്നർ, ഇവിടെ അതിൻ്റെ ഒരു ഹോള് അല്ലേ, ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. സോ ഇവിടെയും വരെ എന്താണ് വെള്ളം നിറച്ചിട്ടുണ്ടാവും. സോ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ടേംസ് വരുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. ടേംസ് ഇവിടെ ഓക്കെ, ഈ ഡെപ്തിനെ നമ്മൾ എന്താണ് എച്ച് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെയും വരെയുള്ള ഡെപ്തിന് എച്ച്, ടോട്ടൽ ഇവിടെയും വരെയാണ് വെള്ളമുള്ളത്. അപ്പോൾ അത്രയും വരെ y2 എന്നെടുത്തു, ബാക്കി ഇത്രയും ഭാഗത്തിന് y1 എന്നെടുത്തു. ഇതാണ് ഇത്രയും കാര്യങ്ങൾ പിക്ചറിൽ വന്നിട്ടുള്ളത്. ആൻഡ് മോൾ ഭാഗത്ത് എന്താണ് പ്രഷർ P2 = P എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏരിയ തന്നിട്ടുണ്ട് A2 നമുക്ക് അതിനെടുക്കാം. ആൻഡ് ഹിയർ വി ക്യാൻ ഇവിടെ PA അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ VI അല്ലെങ്കിൽ വെലോസിറ്റി ഔട്ട്ഫ്ലോ വരുന്നത് അവിടെയാണ്. ആൻഡ് ഇവിടുത്തെ ഏരിയനെ A1 എന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് റോ ആയിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ചെറിയ ഹോളിൽ കൂടെ വരുന്ന ഫ്ലൂയിഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീ ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി ആയിട്ട് ഈക്വൽ ആവുന്നു. അതായത് √2gh ആണ് നമ്മുടെ ഫ്രീ ഫോളിംഗ് ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ഈക്വൽ ആവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രൂഫ് നോക്കേണ്ടത്. സോ നമുക്ക് എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, എന്തിൻ്റെ അപ്ലിക്കേഷനാണ് ഇത്, ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുന്ന തന്നെ തുടങ്ങണം, ബെർണോളിസ് പ്രിൻസിപ്പിളിൽ നിന്ന് തന്നെ തുടങ്ങണം. സോ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഞാനിവിടെ ഏതാണെങ്കിൽ P1 + ½ റോ V1² + റോ GH1 = എന്തായിരിക്കും, സ്പേസ് ഉണ്ടോ അവിടെ, ഒരു കാര്യം ചെയ്യാം, ഞാനിതിനെ ഇവിടെ കൊണ്ട് എഴുതാം. ഓക്കെ, റോ H1 = എന്താണ് P2 + ½ റോ V2² + റോ GH2. ഇതാണ് നമുക്കറിയാവുന്ന ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലേ. ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം എന്താണ്, സോ ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പറയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം എന്താണ് V2 0 ആയിരിക്കും, കാരണം A2 > A1 ആയതുകൊണ്ട് V2 നമുക്ക് 0 ആയിട്ട് എടുക്കാം. സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P1 എന്ന് പറയുന്നത് ഇവിടെ എന്താ PA അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ അടുത്ത ഒരു പേജിൽ എടുത്ത് എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് PA + ½ റോ V1², ഓക്കെ, ½ റോ V1² എന്താണ് റോ GY1. സോ എൻറ്റയർ കേസിൻ്റെ ലെങ്ത് എടുത്തു = P + റോ G എന്തായിരിക്കും Y2 ആയിരിക്കും. ഓക്കെ, Y2 ആയിരിക്കും. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ ഞാൻ ½ റോ V1² മാത്രം അവിടെ നിർത്തുന്നു. എന്താണ്, ½ റോ V1² മാത്രം അവിടെ നിർത്തുന്നു, ബാക്കി ഇപ്പോഴത്തെ കൊണ്ടുവരാണ്. സോ ഇവിടെ എന്ത് വരും, റോ GY1 ഇവിടെ ഉണ്ട്. ഓക്കെ, അതവിടെ ഉണ്ട്. സോ
ഇവിടെ y1നെ സോറി y2 അല്ലേ വരാ, ഒരു മിനിറ്റ്, y2 അല്ലേ വരാ, y1 ഇപ്പുറത്തല്ലല്ലോ. ഓക്കെ, അപ്പോൾ റോ ജി ഇവിടെ y2 ഉണ്ട്, y1 ഇപ്പുറത്ത് വരുമ്പോൾ y2 മൈനസ് y1, പിന്നെന്താണ് പ്ലസ് ഇവിടെ പി ഉണ്ട്, പി എ ഉണ്ട്, അപ്പോൾ എന്താ പി മൈനസ് പി എ എന്നുള്ളതിലേക്ക് വരും. ഓക്കെ, പി മൈനസ് പി എയിലേക്ക് വരും. ഓക്കെ, പി മൈനസ് പി എ. സോ ഇനി എന്താ ഇവിടെ വേണ്ടേ? ഇനി ജസ്റ്റ് എന്താണ്, നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതായത് നമുക്കറിയാം ഇവിടെ y2 മൈനസ് y1 എന്ന് പറയുന്നത് h ആണ്. ഓക്കെ, എച്ചിലേക്ക് അത് ഇട്ട് കൊടുക്കുക. സോ നമുക്കിവിടെ എന്ത് വരും, ഹാഫ് റോ v1 സ്ക്വയർ ഈക്വൽ ടു റോ ജി എച്ച് പ്ലസ് പി മൈനസ് പി എ. ഇവിടെ പ്ലസ് ഉണ്ട്, ഇത് പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് പി മൈനസ് പി എ. ഇനി v1 സ്ക്വയർ ഇവിടെ നിർത്താം, v1 സ്ക്വയർ എടുക്കാം, ഹാഫ് ഇങ്ങോട്ട് പോകുമ്പോൾ 2 റോ എന്ത് ചെയ്യും, റോ പോവും, അപ്പോൾ 2gh പ്ലസ് എന്തുകൂടി വരും, ഇവിടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2p മൈനസ് പി എ ഡിവൈഡഡ് ബൈ എന്തും കൂടി വരും, റോ കൂടി വരും. ഓക്കെ, ഇനി ഈ വിക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, വിക്ക് കൊടുക്കുന്ന സമയത്ത് v1 എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് 2gh പ്ലസ് 2p1 മൈനസ് പി എ ഡിവൈഡഡ് ബൈ റോ. ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ, റൂട്ട് 2gh ആണ്. സോ ഇക്വേഷൻ നമുക്കായി, ഇവിടെ റൂട്ട് 2gh വന്നു, പ്ലസ് ഒരു ക്വാണ്ടിറ്റിയും കൂടി നമുക്ക് വന്നേ ഉള്ളൂ. അത് പി ഈക്വൽ ടു പി എ ആവുന്ന സമയത്ത്, എങ്ങനെ പി ഈസ് ഈക്വൽ ടു പി എ ആവുന്ന സമയത്ത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ടേം എന്താവും, 0 ആയിട്ട് പോവും ഇല്ലേ. അപ്പൊ എൻ്റയർ ടേം 0 ആവും. അങ്ങനെ വരുന്ന സമയത്ത് v1 ഈസ് ഈക്വൽ ടു റൂട്ട് 2gh വരും. നമ്മുടെ ഇക്വേഷനായി അല്ലേ, റൂട്ട് 2gh വരും. ഓക്കെ, സോ അതാണ് അത് ഈ ടോർസലി ലോന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഫ്രീ ഫോളിംഗ് ബോഡിയുടെ ഇക്വേഷൻ ആണ്. സോ ഇത്രയുമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വരുന്നത്. പിന്നെ മാഗ്നസ് എഫക്റ്റ് ഉണ്ട്, അതായത് ഒരു ബോൾ കറക്കി എറിയുന്ന സമയത്ത് അതിലുണ്ടാവുന്ന അതിൻ്റെ ഒരു ലിഫ്റ്റിംഗ് ഉണ്ട്. നമ്മളൊരു ബോൾ കറക്കി എറിയുമ്പോൾ അത് ഈ എയറിൻ്റെ ബേസിൽ മുകളിൽ കുറച്ചും കൂടി പ്രഷർ വരുമ്പോൾ അപ്പം എന്ത് ചെയ്യും, മുകളിലേക്ക് ഒരു ലിഫ്റ്റിംഗ് വരും. അതിനാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാവുന്ന ഒരു കേസാണ്. അതിൽ ഇക്വേഷൻസ് ഒന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ടോർസലി ലോ വെച്ച് ചെയ്യേണ്ട ഒരു കേസാണ്. അതായത് ഒരു എച്ച് ഡെപ്തിലുള്ള ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോളിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോയുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിനാണ്, ഒരു ഫ്രീ ഫോളിംഗ് ബോഡിയുടെ സ്പീഡായ റൂട്ട് 2gh എന്താണ് സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ഈ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ പ്രധാനമായിട്ടും. എന്താ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്, സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് പറഞ്ഞു, സ്റ്റഡി ഫ്ലോ എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം ടർബുലന്റ് ഫ്ലോ പറഞ്ഞു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം ബെർണോളിസ് പ്രിൻസിപ്പിൾ സോൾവ് ചെയ്തു, പ്രൂഫ് കണ്ടെത്തി, അതിൻ്റെ അപ്ലിക്കേഷനും പറഞ്ഞു. ഇത്രയും ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.